1857 കലാപവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. 2. നീതിയുടെ ഹാൾ സ്ഥാപിച്ചത് ഷാമൽ. 3. വിദ്യാസമ്പന്ന വിഭാഗങ്ങൾ 1857 കലാപത്തിൽ പിന്തുണച്ചില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ ഇതിലെ ഉത്തരത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. കാരണം ലക്നൌവിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഹസ്രത്ത് മഹലാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നീതിയുടെ ഹാൾ സ്ഥാപിച്ചത് ഷാമലായിരുന്നു. വിദ്യാഭ്യാസ വിഭാഗങ്ങൾ എന്ത് ചെയ്തില്ല, 1857 കലാപത്തിനെ പിന്തുണച്ചില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. റൗലത്ത് നിയമത്തെ തുടർന്ന് 1919 മാർച്ച് 12 കരിദിനാചരണത്തിനു ഗാന്ധിജി ആഹ്വാനം നൽകി. ഡയർ വധവുമായി ബന്ധപ്പെട്ട നേതാവാണ് ഭഗത് സിംഗ്. പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത്. 4. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി തിരികെ നൽകിയത് ഗാന്ധിജി. ഇതിലെ ഉത്തരത്തിലേക്ക് എത്താനും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മൂന്നാമത്തെ പോയിന്റ്, പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് 3 ശരി എന്ന് പറയുന്നത്. 3 ഓപ്ഷൻ ഇല്ലാത്തത് സിയിൽ മാത്രമാണ്. അങ്ങനെ തന്നെ കണക്ട് ചെയ്താൽ മനസ്സിലാവും. ലൗലത്ത് നിയമത്തെ തുടർന്ന് 1, 2, 4 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഏറ്റവും വലിയ പീഠഭൂമിയാണ് ചോദിച്ചിരിക്കുന്നത്. ടിബറ്റൻ പീഠഭൂമിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വടക്കേ അമേരിക്കയിൽ വീശുന്ന കാറ്റ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചിനൂക്ക്. ചിനൂക്ക് ഒരു ഉഷ്ണക്കാറ്റാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഒരേ ഒരു ഓക്സ്ബോ തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വൈന്തല. ഒരു പുഴ വളഞ്ഞു ഒഴുകുമ്പോൾ അതിൻ്റെ വളവുകൾ 2 വശങ്ങൾ കൂടി ചേർന്ന് ഒരു തടാകമായി മാറുന്നതിനെയാണ് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലൂ. കേരള, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെയ്യുന്ന മഴയാണ് മാംഗോ ഷവർ. അതുപോലെ തന്നെ കർണാടക, കേരള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രീ മൺസൂൺ മഴയാണ് ചെറി ബ്ലോസംസ്. കർണാടകയിൽ കാപ്പി കൃഷിക്ക് ഇത് വളരെയേറെ അനുയോജ്യമാണ്. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലും വീശുന്ന അതിശക്തമായ ഇടിയോടുകൂടിയ മഴയാണ് കാൽബൈശാഖി. അടുത്ത ചോദ്യം, ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഹിമാനിയാണ് സിയാച്ചിൻ. 2. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിനാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനികൾ ധ്രുവപ്രദേശത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1991 പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്ത സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. 2. ഇറക്കുമതിക്ക് ബദൽ നയം ഒഴിവാക്കിക്കൊണ്ട് വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അവസരം നൽകി. 3. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ ലൈസൻസ് നിർബന്ധിതമാക്കി. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? 1. 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. 2. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. 3. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. 4. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റ് ഏത്? 1. ഒന്നാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി. 2. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. 3. ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു. 4. കാർഷിക ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു. ചോദ്യം ശ്രദ്ധിക്കുക, തെറ്റായ പ്രസ്താവനകളാണ്. ശരി ആൻസർ വരുന്നത്
ഓപ്ഷൻ സി 1ഉം 3ഉം പ്രസ്താവനകൾ തെറ്റാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. 2. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. 3. സ്വയം പര്യാപ്തവും സ്വാശ്രയമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ്. വൻകിട വ്യവസായങ്ങൾക്ക് ഗാന്ധിജി പ്രാധാന്യം നൽകിയിരുന്നില്ല. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, അഖണ്ഡത എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 42ാം ഭേദഗതി. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി രാഷ്ട്രപതി. സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറായിരിക്കും. മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. രാഷ്ട്രപതി. അടിയന്തരാവസ്ഥക്കാലത്താണ് മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കുന്നത്.